ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ തന്ത്രി കുടുംബാംഗങ്ങൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. ഏകാദശി ഉദയാസ്തമന പൂജ നവംബർ 12 നടത്തിയത് തിരക്ക് കണക്കിലെടുത്തും ശ്രീകോവിൽ അടച്ചിടാതെ ദർശനം സുഗമം ആക്കാനുമായിരുന്നു എന്നാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ നിലപാട്. എന്നാൽ ദേവസ്വം നടപടി ആചാര ലംഘനമാണെന്ന് ഹർജിക്കാർ വാദിക്കുന്നു. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ തൃശ്ശൂരിൽ നിന്നും ചേരുന്നു. അതേപോലെ തന്നെ കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നു. ആദ്യം ജിജീഷിലേക്ക് പോകാം. ജിജീഷ്, ഈ കോടതി 2-3 ദിവസമായി ഈ കേസ് പരിഗണിക്കുന്നു. അതിൻ്റെ വിധി പറയുന്നതിന് വേണ്ടി അത് മാറ്റിവെക്കുന്നു. ഇനി ഗുരുവായൂർ ഏകാദശിക്ക് ഏതാനും ദിനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ ഇതിനെ സംബന്ധിച്ച ഒരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് കരുതാൻ കഴിയുമോ ജിജീഷ് കരുണാകരൻ? വിനോദ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കോടതിയുടെ പരിഗണനയ്ക്ക് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആചാരവുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ ആചാരവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലാണ് ഇന്ന് അന്തിമമായി തന്നെ കോടതിയുടെ ഒരു വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായ വാദങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ നടക്കുകയും ചെയ്തു. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയത് ആചാര ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് തന്ത്രി കുടുംബം തന്നെയാണ് കോടതിയെ സമീപിച്ചത്. അതിലാണ് വിശദമായ വാദം. മാത്രമല്ല, ഈ ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരെ വിവിധ ഹൈന്ദവ സംഘടനകളും ശക്തമായ പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ സംഘടിപ്പിച്ചിരുന്നു. കാരണം ദേവസ്വം ബോർഡ് അതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇത് ആചാരമല്ല, വഴിപാട് മാത്രമാണ് എന്ന്, വഴിപാട് മാത്രമായി ചുരുക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു വാദമായിരുന്നു കോടതിയിൽ അവതരിപ്പിച്ചത്. എന്നാൽ ഇത് ആചാരം തന്നെയാണ്, കാലങ്ങളായി തുടർന്നു വരുന്ന ആചാരമാണ്. മാത്രമല്ല, തന്ത്രി കുടുംബം ആചാരമല്ലെന്നും തന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നു എന്നാണ് ദേവസ്വം ബോർഡ് പ്രധാനമായും പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ എന്നാൽ ആദിശങ്കരന്റെ നിർദ്ദേശാനുസരണമാണ് ഗുരുവായൂരിൽ ഉദയാസ്തമന പൂജ ആരംഭിച്ചതെന്നും ചിറളയം കോവിലകമാണ് ഉദയാസ്തമന പൂജ ഏറ്റെടുത്ത് നടത്തിയതെന്നും ഹർജിക്കാരും കഴിഞ്ഞ ദിവസം ശക്തമായി തന്നെ വാദിച്ചിരുന്നു. ഇങ്ങനെ 2 വാദങ്ങളും കോടതി പൂർണ്ണമായും തന്നെ പരിശോധിച്ചിട്ടുണ്ട്. ഉത്സവം ആചാരപ്രകാരം തന്നെ നടത്തണമെന്നുണ്ടെങ്കിൽ 2015 അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ കണ്ടത് യഥാവിധി അതുപോലെ തന്നെ നടത്തേണ്ടതുണ്ട്. മാത്രമല്ല 2018 ദേവപ്രശ്നത്തിലും ആചരണാദികൾ യഥാവിധി തുടരണമെന്ന് കാണുന്നുണ്ട്. അങ്ങനെ ദേവപ്രശ്നങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ മാറ്റങ്ങൾ പാടില്ല, അല്ലെങ്കിൽ തുടർന്നു വരുന്ന ആചാരങ്ങളിൽ യാതൊരു മാറ്റങ്ങളും പാടില്ല എന്ന് നിർദ്ദേശിക്കുമ്പോൾ അതിന് വിപരീതമായ കാര്യങ്ങളാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ട് എന്ന കാര്യം തന്നെയായിരുന്നു ഹർജിക്കാരും ഒപ്പം തന്നെ അതിനെ ശക്തമായി എതിർക്കുന്ന ആളുകളും എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. ഓദിക്കന്മാരും ചിറളയം കോവിലക്കാരും ഹർജിയിൽ കക്ഷി ചേരുകയും ചെയ്തിരുന്നു. അങ്ങനെ വളരെ വിശദമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് കോടതി ഇന്ന് ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു വിധി പറയാനിരിക്കുന്നത്. മാത്രമല്ല, ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഭഗവത്ഗീതാ ദിനവും കൂടിയായ ഗുരുവായൂർ ഏകാദശി ദിവസം വിശേഷാൽ പൂജയായി ഉദയാസ്തമന പൂജ ചിട്ടപ്പെടുത്തിയത് ശങ്കരാചാര്യരാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെയാണ് അവിടെ ഉന്നയിക്കപ്പെട്ടത്. ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ വഴിപാടല്ല, മറിച്ച് വാർഷിക പൂജാവിധികളിൽ ഒന്നാണ് എന്ന കാര്യം വിവിധ ഹൈന്ദവ സംഘടനകളും കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ നടത്തുന്നതിന് വേണ്ടി തന്ത്രി കുടുംബത്തെ തന്നെ കോടതിയെ സമീപിക്കേണ്ടി വന്നത്, അത്തരമൊരു സാഹചര്യം അവർക്ക് ഉണ്ടാക്കിയത് തന്നെ ഒരു ദുഃഖകരമായ കാര്യമാണ് എന്നത് തന്നെയാണ് വിശ്വാസികൾ എല്ലാവരും തന്നെ അക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നത്. ഭക്തരെ ചൂഷണം ചെയ്യുന്ന ഒരു സമീപനം, അല്ലെങ്കിൽ ഭക്തരെ പല വിധത്തിൽ ചൂഷണം ചെയ്യുന്ന സമീപനം തുടരുമ്പോൾ തന്നെയാണ് ഇത്തരം തരം തീരുമാനങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് എന്ന വലിയ വിമർശനവും ഇക്കാര്യത്തിൽ ഉയരുകയും ചെയ്തിരുന്നു. പ്രേക്ഷകരൊക്കെ പറയുന്നു, പ്രസാദ് PA പോലുള്ള പ്രേക്ഷകർ പറയുന്നു ഉദയാസ്തമന പൂജയിലൊന്നും അല്ല സർക്കാരിൻ്റെ കണ്ണ്, ചക്രത്തിലാണ് കണ്ണ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് തൃശ്ശൂരിൽ നിന്നും ആനന്ദ് പുതൂർ കൂടി ചേരുന്നു. ആനന്ദ്, നമുക്കറിയാം ഗുരുവായൂർ ദേവസ്വത്തിലെ ഏകാദശി ദിനത്തിൽ നടക്കുന്ന ഉദയാസ്തമന പൂജ അത് മാറ്റിയതിനെതിരെയാണ് ഇന്ന് ഹൈക്കോടതിയിൽ അതിൻ്റെ അന്തിമ തീർപ്പ് ഇന്നുണ്ടാകുമെന്നുള്ള കാര്യമാണ് ജിജീഷ് നമ്മളോട് പറഞ്ഞത്. ആനന്ദ്, ഗുരുവായൂരിൽ ഭക്തർ വലിയ പ്രതിഷേധത്തിലാണ്. ഗുരുവായൂർ ക്ഷേത്രനടയിലടക്കം നമ്മൾ പ്രതിഷേധ സമരങ്ങൾ കണ്ടതാണ്. കോടതി വിധി അനുകൂലമായാൽ വലിയ പ്രശ്നങ്ങളില്ല, പ്രതികൂലമായാലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. എന്തായാലും അവിടുത്തെ ഭക്തജനങ്ങളുടെ ഒരു വികാരം ഇപ്പോഴും ഉദയാസ്തമന പൂജ പഴയ നിലയിൽ തന്നെ തുടരണം എന്നുള്ളത് തന്നെയല്ലേ ആനന്ദ്?
തീർച്ചയായിട്ടും വിനോദ്, അതായത് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ദേവസ്വം എത്തിയത് മുതൽ തന്നെ ഗുരുവായൂരിൽ മാത്രമല്ല ഗുരുവായൂരപ്പന്റെ സകല ഭക്തജനങ്ങളും അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളും പ്രത്യക്ഷമായി തന്നെ പ്രതിഷേധമായി രംഗത്തുണ്ടായിരുന്നു. യാതൊരു കാരണവശാലും നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരത്തിൽ, പ്രത്യേകിച്ച് ഈ ഗുരുവായൂർ ഏകാദശിക്ക് നേരത്തെ ജിജീഷ് പറഞ്ഞ പോലെ തന്നെ ആ ദിവസം ഈ ശ്രീകൃഷ്ണൻ അർജുനനെ ഗീതോപദേശം കൊടുത്തു എന്ന് പറയുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം, അതായത് പ്രതിഷ്ഠാദിനം കൂടിയാണ് ആ ദിവസം. അപ്പോൾ ആ ദിവസം നടത്തിയിരുന്ന ഉദയാസ്തമന പൂജ കേവലം വഴിപാടല്ല എന്ന് തന്നെയാണ് ഭക്തരുടെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആചാര്യന്മാരുടെയും ഒരു നിലപാട്. കാലങ്ങളായി പ്രത്യേകിച്ച് ഈ ചിറളയം കോവിലകമടക്കം ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. ഈ ചിറളയം കോവിലകമാണ് ഏതാണ്ട് 700 വർഷമായി ഈ ഏകാദശി ഉത്സവങ്ങളും പൂജകളും നടത്തി വരുന്നത്. ഈ ചിറളയം കോവിലത്തെ മുതിർന്ന രാജകുടുംബാംഗം ജനന്റിയോടും വ്യക്തമാക്കിയത് അത് തന്നെയാണ്. തങ്ങൾ നടത്തി വന്നിരുന്ന കാലത്തെല്ലാം ഇത് ആചാരമായിരുന്നു. ഈ 1971 ഇത് ദേവസ്വത്തിന് കൈമാറുന്നത്. ആ കൈമാറുന്ന സമയത്ത് അത്തരത്തിൽ എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ തുടർന്നു കൊണ്ടുപോകാം എന്നുള്ള ഒരു വാക്കാലുള്ള ഒരു നിർദ്ദേശവും അത്തരത്തിലുള്ള ഒരു ധാരണയും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചിറളയം കുടുംബം അതിൽ കക്ഷി ചേരുന്നത്. മാത്രമല്ല ഈ കണിപ്പയ്യൂർ ശങ്കരൻ മുരുവാനെ പോലുള്ള വളരെ ജ്ഞാനികളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണം നടത്തിയിരുന്നു. അത് ആചാരം തന്നെയാണ്. ശങ്കരാചാര്യർ തന്നെയാണ് പൂജ ചിട്ടപ്പെടുത്തിയത്. ഒരിക്കലും ദേവപ്രശ്നം വെച്ചോ ദേവഹിതം നോക്കിയോ ഇത്തരത്തിലുള്ള ഈ പൂജകൾ, പ്രത്യേകിച്ച് ഈ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ മാറ്റാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും പൂജാക്രമത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ഒരു നവീകരണ കലശത്തോടനുബന്ധിച്ച് മാത്രമേ അതിനുള്ള സാധ്യതകളുള്ളൂ എന്നാണ് അദ്ദേഹം ജനൻ ടിവിയുടെ വ്യക്തമാക്കിയത്. മാത്രമല്ല സംഘപരിവാർ സംഘടനകളും തുടക്കം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം BJP ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞിരുന്നു. അതായത് ഇത്തരത്തിൽ ദേവസ്വം നടത്തുന്നത് ഈ ഉദയാസ്തമന പൂജ മാറ്റാനുള്ള ദേവസ്വത്തിന്റെ തീരുമാനത്തിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് എന്നാണ് BJP പറഞ്ഞത്. ഭക്തർക്കൊപ്പം തന്നെ BJP അണിനിരക്കും. ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഭക്തരോടൊപ്പം തന്നെ BJP ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂരിലെ ഗുരുവായൂരപ്പന്റെ ഇത്തരത്തിലുള്ള ഈ പൂജാക്രമങ്ങളെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് ദേവസ്വത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നതെന്നും BJP വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദി അടക്കം നേതൃത്വത്തിൽ നിരവധി ഭക്തജന കൂട്ടായ്മകൾ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ, അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്തെല്ലാം നടത്തിയിരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പ്രതിഷേധം ആ ദിവസം മുതൽ തന്നെ കനത്തിയിരുന്നു. ഒരു കാരണവശാലും ദേവസ്വത്തിന് ഇത്തരത്തിലൊരു നിലപാടിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഹൈന്ദവ സംഘടനകളുടെയും ഭക്തജനങ്ങളുടെയും ഒറ്റ നിലപാട്. എന്തായാലും ഇന്ന് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഭക്തജനങ്ങളും ഹൈന്ദവ സംഘടനകളും. അതെ, അങ്ങനെയാണ് ദേവിക. ഇവിടെ ആനന്ദ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 1970 കാലഘട്ടത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ നിലവിൽ ആ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ആചാരങ്ങളെല്ലാം അതേപടി തുടരുക എന്നുള്ളൊരു സമ്പ്രദായമാണ്. മറ്റു ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ്. ശബരിമലയിലടക്കം ചിത്രയാട്ട വിശേഷം ഒക്കെ രാജഭരണകാലത്ത് തുടങ്ങിയതാണ്. പക്ഷേ ആ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടും അതിനൊരു മുടക്കവും കൂടാതെ അത് നടന്നു പോകുന്നുമുണ്ട്. അപ്പോൾ ഗുരുവായൂരും അങ്ങനെ തന്നെ വേണം എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ ആവശ്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ് പുതൂർ. ഒപ്പം ജിജീഷ് കരുണാകരൻ.